Pardon bir monsieur. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ സ്ക്യൂഡ്. സോ നിങ്ങളുടെ ട്രാവൽ സ്ക്യൂഡ് ഇന്ന് ഒരു എന്താ പറയുക ദ മോസ്റ്റ് ഗ്രീനസ്റ്റ് പാർട്ട് ഓഫ് ബാത്തുമിയിലാണ് നിൽക്കുന്നത്. ദ മോസ്റ്റ് ഗ്രീനസ്റ്റ് പാർട്ട് ഓഫ് യൂറേഷ്യ എന്നൊക്കെ നമുക്ക് പറയാം. സോ ദിസ് ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഓഫ് ദ ടോട്ടൽ യൂറേഷ്യ. So it's in Batumi, 9 kilometers far away from Batumi city. You can see Batumi Botanical Garden. So this botanical garden started 1912. Andrei Krasnov is the founder, is the designer, is the thinker behind this magical botanical garden. ഫ്രണ്ട്സ്, സോ അപ്പം നമുക്കിവിടെ ഒത്തിരി ലെയേഴ്സ് ഓഫ് എന്താ പറയാ പാർക്ക് തന്നെയുണ്ട്. അപ്പർ പാർക്ക്, ലോവർ പാർക്ക്, ജോർജി ഗബ്രിച്ചൈഡ്സ്, അങ്ങനെ ഒത്തിരി 3 തരം പാർക്കുകളും ഒത്തിരി ഫൈറ്റോ ജോഗ്രഫിക്കൽ റിസർച്ച് ചെയ്യുന്ന പാർക്ക് സംഭവങ്ങളാണ് ഇതിലുള്ളത്. സോ ഫൈറ്റോ ജോഗ്രഫിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഭൂവിഭാഗത്തിനനുസരിച്ചുള്ള വെജിറ്റേഷൻസ്, പ്ലാന്റ്സ്, അതിനെക്കുറിച്ച് അതെങ്ങനെയാണ് ഇവല്യൂഷൻ വരുന്നത് കാലക്രമേണ, അത് ഓരോ ഭൂവിഭാഗത്തിനും കണ്ടുവരുന്നത്, അങ്ങനെ അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ്. സോ ഫൈറ്റോ ജോഗ്രഫിക്കൽ അനുസരിച്ച് ഓരോ ലെയർ പോലെ ഹിമാലയൻ, ന്യൂസിലാൻഡ്, അങ്ങനെ ഓരോ വിഭാഗത്തിനും ഓൾമോസ്റ്റ് ഐ തിങ്ക് 23 സെക്ഷൻസ് ഉണ്ട് ഇൻ ടോട്ടൽ 23 സെക്ഷൻസ് ഉണ്ട് ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻസിൽ. സോ അപ്പോൾ അത്ര ഹ്യൂജ് ഏരിയ ആണ്. സോ അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു ആഫ്റ്റർ 3 ആയിട്ടുണ്ട്. സോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് സൺസെറ്റിന് മുൻപ് തന്നെ നമുക്ക് കണ്ടു തീർക്കണം. സോ അപ്പോൾ ലെറ്റ്സ് ഗോ ഇൻസൈഡ് ആൻഡ് എക്സ്പ്ലോർ ബൊട്ടാണിക്കൽ ഗാർഡൻ ഓഫ് ബാത്തുമി. ഫ്രണ്ട്സ്, ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു സിനിക് വ്യൂ ആണ്. അങ്ങ് ദൂരെ നിന്ന് നമുക്ക് സീയുടെ ഒരു ഭാഗത്തു നിന്നുള്ളൊരു ട്രെയിൻ ട്രാക്ക് കാണാം. പിന്നെ ആ എൻട്രൻസിൽ ഒത്തിരി വെൻഡേഴ്സ് ഉണ്ട്. കോഫി, സ്വീറ്റ് കോൺ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. സുവനീസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് മേടിക്കാം. നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ചെക്ക് പോയിന്റ്, അതൊരു ടിക്കറ്റ് പോയിന്റ് ആണ്. സോ അപ്പോൾ ഇവിടെ നമുക്ക് ഓൺ റെസിഡന്റ് സിറ്റിസൺ, അതായത് ഔട്ട്സൈഡ് ജോർജിയൻ അല്ലാത്തൊരു ടൂറിസ്റ്റിന് മിനിമം 20 ലാറിയാണ്. പിന്നെ ഇവരുടെ ഓൺ ജോർജിയൻസിനാണെങ്കിൽ 10 ലാറിയേ വരുന്നുള്ളൂ. സോ അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു മാപ്പ്, ഒരു പാംഫ്ലെറ്റ് കിട്ടും, ഇതിന്റെ ലൊക്കേഷൻസും കാര്യങ്ങളും എല്ലാം കാണിച്ചിട്ട്. സോ അപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ പോലെ ഓൾമോസ്റ്റ് 23+ ലെയേഴ്സ് ഉണ്ട് ഒരു പാർക്കിന്. നമുക്ക് പറയുവാണെങ്കിൽ ലോവർ പാർക്ക്, അപ്പർ പാർക്ക്, സൗത്ത് അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ്, ഫ്രൂട്ട് ആൻഡ് ബെറീസ് ഡിപ്പാർട്ട്മെന്റ്, സിട്രസസ്, കളക്ഷൻ ഓഫ് റോസസ്, ന്യൂസിലാൻഡ് ഡിപ്പാർട്ട്മെന്റ്, ബാംബു പ്ലാന്റേഷൻ, അതായത് ഫൈറ്റോ ജോഗ്രഫിക്കൽ, അതായത് ഓരോ ജോഗ്രഫിയുടെ പ്ലാന്റേഷൻസ് അനുസരിച്ച് ഇവർ തരം തിരിച്ചിട്ട് ഓരോ ഹിമാലയൻ ഫൈറ്റോ ജോഗ്രഫിക്കൽ ലൊക്കേഷൻസ് വരെ ഇതിലുണ്ട്. സോ അപ്പോൾ അങ്ങനെ 1 മുതൽ 20, ഓൾമോസ്റ്റ് 23 നമ്മൾ പറയുവാണെങ്കിൽ അത്രയും സെക്ഷൻസ് ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലുണ്ട്. സോ വി ക്യാൻ സേ ഇറ്റ്സ് വൺ ഓഫ് ദ ഹ്യൂജ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഇൻ ടോട്ടൽ യൂറേഷ്യ. ഇതിന് തൊട്ട് മുന്നിൽ ബസ് ഡ്രോപ്പ് ചെയ്യും. പിന്നെ ഒത്തിരി റിഫ്രഷ്മെന്റ് സൗകര്യമുള്ള, വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ചില്ലിങ്, കൂളിംഗ്, സൂത്തനിങ് ഒരു അറ്റ്മോസ്ഫിയർ ആണ് എൻട്രൻസിൽ തന്നെ. സോ ഐ കാൻ വെയിറ്റ് ടു ഗോ ഇൻസൈഡ് ആൻഡ് എക്സ്പ്ലോർ. ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഫ്രണ്ട്സ്, അപ്പോൾ വളരെ എക്സൈറ്റ്മെന്റോട് കൂടെ നിങ്ങളുടെ ട്രാവൽ സ്ക്യൂഡ് ബൊട്ടാണിക്കൽ ഗാർഡൻ, ദ ബിഗ്ഗസ്റ്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഓഫ് ബാത്തുമി സിറ്റിയുടെ ആ എൻട്രൻസിലാണ്. ഓട്ടം ലീവ്സ് ഒക്കെ ഇങ്ങനെ വീണ്, ആ റെയിനി സീസൺ ആണല്ലോ. സോ അപ്പോൾ ആ വെറ്റായിട്ടുള്ള ഓട്ടം ലീവ്സ് വീണിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ വാക്ക് വേ ആണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കയറി വരുന്ന ഒരു ഭാഗത്തെ ഒരു വ്യൂ ആണിത്. സോ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതിന് മുകളിലൊരു കേപ്പ് ഉണ്ട്. ഏറ്റവും ബ്യൂട്ടിഫുൾ വ്യൂ അവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ബട്ട് ഈ എൻട്രൻസിൽ തന്നെ കാണുന്ന ഒരു വ്യൂ ആണ്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു പോകണം ഫ്രണ്ട്സ്. സോ ബ്യൂട്ടിഫുൾ, സോ എലഗന്റ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. ബിക്കോസ് നിങ്ങൾക്ക് കാണാം അവിടെ കുറെ ടൂറിസ്റ്റ് നിൽക്കുന്ന ഒരു ഇന്ത്യൻ ഫാമിലിയാണ്. താഴത്ത് ഫുൾ ഇങ്ങനെ ഗ്രീൻ ആയിട്ട് ഒരു സൺസെറ്റ് അവിടുന്ന് വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡന്റെ എൻട്രൻസിലുള്ള ഒരു വ്യൂ.
നമുക്കിനി ഒട്ടും സമയം കളയാനില്ല, കാരണം ഒത്തിരി നടക്കാനുണ്ട് ഇന്ന്. നമ്മൾ ആ എൻട്രൻസിന്റെ ആ ഭാഗത്ത് നിന്ന് കാണുന്ന ആ സീ വ്യൂവിന്റെ അവിടെ നിന്ന് നമ്മൾ കയറി ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഒരു ഹില്ല് പോലെയാണ്. അപ്പോൾ കയറി വരുന്ന റൈറ്റ് സൈഡിൽ തന്നെ ഓരോ പ്ലാന്റ്സിനും ടാഗ് വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ അങ്ങനെ ഒത്തിരി 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 പ്ലാന്റ്സിന് അവർ ടാഗ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം വൈഡ് വെറൈറ്റി ഓഫ് ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ആണ് ഇതിലുള്ളത്. ഇവിടെ അപ്പർ പാർക്കും ലോവർ പാർക്കിലായിട്ട് ലാർജ് കളക്ഷൻ ഓഫ് മഗ്നോലിയാസ്, കമേലിയാസ്, പിന്നെ ഹ്യൂജ് ഏരിയ ഫുൾ ഓഫ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റോസസ് അതെല്ലാം ഉണ്ട് ഈ പാർക്കിൽ. സോ അപ്പോൾ നമ്മൾ ഓൺ ദി വേ നമ്മൾ കാണുന്നതനുസരിച്ച് നമുക്കത് എക്സ്പ്ലോർ ചെയ്യാം, കാരണം ഓരോ ഭാഗത്തോട്ടും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒത്തിരി ഡോഗ്സ് ഉണ്ട് ഫ്രണ്ട്സ്. സോ അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു ഭംഗി അതെങ്ങനെയാണ് എനിക്ക് പകർത്തോന്ന് അറിയാൻ പറ്റുന്നില്ല. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. പനോരമിക് ആയിട്ടുള്ള ഒരു വ്യൂസ് ആണ്. ഈ ഓട്ടം ലീവ്സ് ആണ് അതിന് കൂടുതൽ ഭംഗി കൊടുക്കുന്നത്. സോ ഞാൻ ഇവിടെ നിന്ന് ഒരുപാട് ഫോട്ടോ എടുക്കാം, ബട്ട് എനിക്ക് ടൈം ഇല്ലാത്ത കാരണം ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. ഈ ഒരു ഇറ്റ്സ് അമേസിങ്. നിങ്ങൾക്ക് കാണാം ഒരു ഫ്രൂട്ടാണത് അവിടെ ആ ഒരു ഇതിലുള്ളത്. സോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു വഴിക്ക് ഓരോ ഭാഗത്തുമായിട്ട് ഇങ്ങനെ ഭംഗിയായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ബെഞ്ചസ് നമുക്ക് കാണാം. ഒത്തിരി ടൂറിസ്റ്റ് അവിടെ നിന്ന് വരുന്നുണ്ട്, ഒരു ബാച്ച്. ഹായ് ഹായ് ഹായ്. സോ ഒരു കൂട്ടം ഫാർ ഈസ്റ്റിൽ നിന്നുള്ള ആളുകളെയാണ് നമ്മൾ കണ്ടത്. ഒത്തിരി ഫാർ ഈസ്റ്റിൽ ടൂറിസ്റ്റ് ട്രാവലേഴ്സാണ് വരുന്നത്. സോ ഇത് ഇത്തിരി കയറാൻ ഇങ്ങനെ കുന്നുപോലെയാണ് ഫ്രണ്ട്സ്. ഇതിപ്പോൾ നമുക്ക് കമേലിയയുടെ ഒരു കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പ്ലാന്റ്സിൻ്റെയൊക്കെ ഓരോ ടാഗ് നമുക്കിവിടെ കാണാം ഫ്രണ്ട്സ്. അപ്പം നമ്മൾ അവിടെ നിന്ന് കയറി വരുമ്പോൾ ഇങ്ങനെ ഓരോ ഭാഗത്തും അവർ റൂട്ടിൻ്റെ ഒരു സൈൻ ബോർഡ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിറ്റ് ഗ്രീൻ കേപ്പ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ലോവർ പാർക്കിങ്ങോടേക്ക് മെയിൻ റൂട്ട്, പിന്നെ സിപ്പ് ലൈൻ മുകളിൽ ഇങ്ങനെ ഓരോ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. ആ എൻട്രൻസിൽ നിന്ന് കയറി ഒരു 15 മിനിറ്റ്സ് നടക്കുമ്പോഴേക്കും നമുക്കിവിടെ കളക്ഷൻ ഓഫ് കമേലിയാസ്, ഇത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ. ബിക്കോസ് കമേലിയാസ് നമുക്ക് ഒത്തിരി മെഡിസിനൽ വാല്യൂസ് ഉള്ള, ഒത്തിരി ടീ, ഓയിൽ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എടുക്കുന്ന, സബ് പ്രൊഡക്ട്സ് എടുക്കുന്ന ഒരു സംഭവമാണ് ഈ കമേലിയാസ്. അപ്പോൾ കളക്ഷൻ ഓഫ് കമേലിയാസ്, അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കമേലിയാസ്, കുറേ പ്ലാന്റ്സ് ആണത്, ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള കമേലിയാസ്, അതിൻ്റെ ഫൈറ്റോ ജോഗ്രഫിക്കൽ ഏരിയാസ് വെച്ചിട്ടുള്ള കമേലിയാസ്. സോ അതെല്ലാം ഈ ഒരു സെക്ഷനിലുണ്ട്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ റോസസിനുണ്ട്, അങ്ങനെ കുറേ ഫൈറ്റോ ജോഗ്രഫിക്കൽ സെക്ഷൻസ് ഇതിനുള്ളിലുണ്ട്. പിയറാണ്, വലിയൊരു പിയറിൻ്റെ ഒരു ട്രീ ആണ് നമ്മളിവിടെ കാണുന്നത്. ഒരു ചൈനീസ് പിയറിൻ്റെ ഒരു ട്രീ ആണ്. അതിൻ്റെ സയൻറ്റിഫിക് നെയിം അവിടെ അവർ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് റിയലി ഹ്യൂജ് പിയർ. അതെല്ലാം നിലത്തൊക്കെ വീണ് കിടക്കുന്നു. ആക്ച്വലി ഞാൻ പറയുവാണെങ്കിൽ ഇത് ഇറ്റ്സ് റിയലി എ ബ്യൂട്ടിഫുൾ പ്ലേസ് ആൻഡ് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്, വർത്ത് ആണ്. കാരണം ഇത്രയും വൈഡ് വെറൈറ്റീസ്, നമ്മുടെ ചൈനയിൽ നിന്നുള്ള ഒരു പിയർ, ദ ബിഗ്ഗസ്റ്റ് പിയർ എന്നൊക്കെ പറയും, വലിയ സൈസുള്ള പിയറാണ്, അതിൻ്റെ ട്രീ ആണ് നമ്മളിവിടെ കാണുന്നത്. കമേലിയാസ് കളക്ഷനുള്ള ഒത്തിരി പ്ലാന്റ്സ് ഇവിടെയുണ്ട്. ഒരു റെയിനി സീസൺ ആണ്. അപ്പോൾ ഇതിന് നടുവിലൊരു ഫൗണ്ടൻ പോലെ, ഒരു പോണ്ട് പോലെയുണ്ട്. ഒത്തിരി
കളർഫുൾ ഫിഷസ് ഇവിടെ ഉണ്ട്. സോ അപ്പോൾ റെയിൻ ആയത് കാരണം ഒത്തിരി ലീവ്സ് ഒക്കെ ഉണ്ട്. സോ ഇറ്റ്സ് റിയലി മാജിക്കൽ പ്ലേസ് ആണ് ഫ്രണ്ട്സ്. കാരണം ഒരു ഹ്യൂജ് ഗാർഡൻ, ഇറ്റ്സ് തിക്ക് ഫോറസ്റ്റ് കൈൻഡ് ഓഫ് ഒരു ഗാർഡൻ ആണ്. ഇറ്റ്സ് ജോസ് നോട്ട് ലൈക്ക് എ ബൊട്ടാണിക്കൽ ഗാർഡൻ. ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഉപരി ഹ്യൂജ് വൈൽഡ് ആയിട്ടുള്ളൊരു ഫോറസ്റ്റിൽ പോകുന്ന പോലെ നമുക്കൊരു ഫീൽ ഉണ്ട്. അതിൻ്റെ മിഡിൽ ഇങ്ങനെ ഒരു പോണ്ടും ഇത്രയും ഫിഷും ഉണ്ട്. അവർ ഒരുപാട് ഫിഷ് ഉണ്ട് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് നമ്മുടെ ശബ്ദം കേട്ടപ്പോൾ ബിക്കോസ് ദേ ക്യാൻ ലിസൺ. സോ ഇവരെല്ലാം മുകളിലോട്ട് വന്നു. ഇറ്റ്സ് റിയലി മാജിക്കൽ. ഇത് ജസ്റ്റ് ഒരു പോണ്ടാന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. നൗ ഐ ആം സീയിങ് ലോട്ട്സ് ഓഫ് ഫിഷ്. യു ക്യാൻ സീ ഫ്രണ്ട്സ്. അപ്പോൾ ഇത് പോകുന്നത് കേപ്പ് ഓഫ് എന്താ പറയുക ഗ്രീൻ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ സീയുടെ ഒരു ബ്ലൂ കളറിലുള്ള ആ ഒരു സീ അവിടെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഫലപുഷ്ടമായ നിങ്ങൾക്ക് കാണാമല്ലോ, പീച്ച് ആണെന്ന് തോന്നുന്നു. അത് ബിഗ് പീച്ച് ട്രീസ് ഉള്ള ഒരു സ്ലോപ്പ്. ഇറ്റ്സ് റിയലി മാജിക്കൽ ഫ്രണ്ട്സ്. ബൈ സേ ബൈ ബൈ ബൈ. സോ അപ്പോൾ ഒരു കൂട്ടം സ്റ്റാഫാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ നമ്മൾ കാണുന്നത്. സോ അങ്ങ് ദൂരെ സീഡ് ചെറിയൊരു പാർട്സ് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒത്തിരി നമ്മുടെ ഈ ഒരു ഡെസേർട്ട് പ്ലാന്റ്സ്, അതായത് കള്ളിമുൾ ചെടിയുടെ അങ്ങനെ ഒത്തിരി പ്ലാന്റ്സ് നമുക്കിവിടെ കാണാം. അതിൻ്റെ ഒരു കളക്ഷൻ ഇവിടെ കാണാം. അങ്ങ് ദൂരെ നമുക്ക് മലനിരകൾ കാണാം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യത്തിൽ നമുക്ക് ഏത് ഭാഗവും ഇറ്റ്സ് റിയലി മാജിക്കൽ. ഒരുപാട് ഫ്ലവേഴ്സ്, വൈഡ് വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ്, ഹ്യൂജ് ട്രീസ്, പിന്നെ ഇങ്ങനെ ബുഷസ് ഒക്കെയാണ്. ഇപ്പോൾ ഓട്ടം ലീവ്സ് ഉള്ള പ്ലാന്റ്സ് ആണ് ഇതെല്ലാം. സോ ലീവ്സ് എല്ലാം ഇങ്ങനെ കൊഴിഞ്ഞ് നിലത്ത് കിടക്കുവാണ്. സോ ഇപ്പോൾ ഒരു അപ്പർ ഒരു ഇതുപോലെ ഒരു ഡെക്കിൽ നമ്മളെത്തി. സോ അപ്പോൾ അവിടെ നിങ്ങൾ ഈ കാണുന്നത് ഇലക്ട്രിക് ബസ്സസ് ആണ്. ഈ പാർക്കിൻ്റെ ഉള്ളിലോട്ടുള്ള ചെറിയൊരു ഷോപ്പ് അവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇന്ന് ഇലക്ട്രിക് ബസ് പ്രവർത്തിക്കുന്നില്ല. അതിൻ്റെ ടിക്കറ്റ് ഓഫീസാണ് ആ കാണുന്നത്. സോ കംപ്ലീറ്റ്ലി അവരൊരു ഗോ ഗ്രീൻ കൺസെപ്റ്റാണ് ഇവിടെ ഉള്ളത്. ഇലക്ട്രിക് ബസ്സസ് ആണ് ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കളക്ഷൻ ഓഫ് കമേലിയാസിൻ്റെ ഒരു ഭാഗം കണ്ടു. പിന്നെ കുറേ പ്ലാന്റ്സ്. നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോകാനുള്ള സമയമില്ല, കാരണം ഹ്യൂജ് ഗാർഡൻ. സോ അപ്പോൾ ഇവിടെ നമുക്ക് എ കളക്ഷൻ ഓഫ് മേപ്പിൾസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം മേപ്പിൾസിൻ്റെ ഒരു ഹ്യൂജ് ട്രീസ് ബിഹൈൻഡ്. ഫ്രണ്ട്സ്, ഇവിടെ നമുക്ക് ടോയ്ലറ്റ് സൗകര്യം ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ബസ് സ്റ്റേഷൻ സൈഡിൽ തന്നെ ടോയ്ലറ്റ് സൗകര്യം ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് പൈൻ ട്രീസ്, മേപ്പിൾ ട്രീസ്, അങ്ങനെ ഒത്തിരി മേപ്പിളിൻ്റെ ഒരു ട്രീ നിങ്ങൾ കാണുന്നുണ്ട് ഇവിടെ തന്നെ. പിന്നിപ്പോൾ മേപ്പിളിൻ്റെ ട്രീ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ട്രാവൽ സ്ക്യൂട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഈ ഒരു വ്ളോഗിൽ നിങ്ങൾ കാണുന്നത് മേപ്പിളിൻ്റെ ട്രീ ആണ്. സോ അപ്പോൾ ഹ്യൂജ് കളക്ഷൻ ഓഫ് മേപ്പിൾ ട്രീസ് ആണ് ഈ ഒരു ഭാഗത്ത്. മേപ്പിൾ ട്രീസിനൊപ്പം തന്നെ പൈൻ ട്രീസും നിങ്ങൾക്ക് കാണാം. സോ അപ്പോൾ നമ്മൾ മലയാളികൾ എപ്പോഴും ഒരു നൊസ്റ്റാലജിക് ഫീലാണ്. നമ്മൾ എന്ത് കണ്ടന്റ് ഇട്ടാലും മേപ്പിൾ ട്രീസും ലീവ്സും നമ്മൾ നോക്കാറുണ്ട്. സോ അപ്പോൾ യു ആർ സെയിങ് മേപ്പിൾ ട്രീസ്, കളക്ഷൻ ഓഫ് മേപ്പിൾ ട്രീസ് ആണ് ബാത്തുമി ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൈൻ ട്രീസും ആണ്, മേപ്പിൾസ് ആൻഡ് പൈൻ ട്രീസ്. കമേലിയാസിൻ്റെ ആ ഒരു കളക്ഷൻ കഴിഞ്ഞു, മേപ്പിൾസിൻ്റെ ആ ഒരു ഭാഗം കഴിഞ്ഞു. നമ്മളിവിടെ കാണുന്നത് അപ്പർ പാർക്കാണ്. സോ അപ്പോൾ അപ്പർ പാർക്കിലെ വ്യൂ പോയിന്റ് നമുക്ക് കാണാം. സൺസെറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കാണാം ഈ മേപ്പിൾ ട്രീസിൻ്റെയും പൈൻ ട്രീസിൻ്റെയും ഒക്കെ ഇടയിലൂടെ ആ ഒരു സൺസെറ്റിൻ്റെ ഒരു വ്യൂ വരുന്നത്. അപ്പോൾ ട്രാവൽസിലൂടെ നേരെ മുകളിലോട്ട് പോകുന്നു. അപ്പർ പാർക്കിൻ്റെ ആ വ്യൂ എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് എൻ്റെ പ്ലാൻ. പൈൻ ട്രീസ് ആണ്, ഹ്യൂജ് പൈൻ ട്രീ ആണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ടാഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് നമ്മളത് ഓരോന്നും പോയി സെറ്റ് ചെയ്യുന്നില്ല.
സിപ്പ് ലൈൻ. ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്നത് അപ്പർ പാർക്കിലെ സിപ്പ് ലൈൻ ആണ്. ഇവിടെ ആ ഒരു ഭാഗം വരെ നമുക്ക് സിപ്പ് ലൈനിൽ പോകാം. ബട്ട് അതൊന്നുമല്ല ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ് വ്യൂ. ഐ തിങ്ക് ദിസ് ഇസ് ദ മോസ്റ്റ് scenic വ്യൂ ഓഫ് ദിസ് ഹ്യൂജ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഓഫ് ബാത്തുമി. ഈ പൈൻ ട്രീസിൻ്റെയും മേപ്പിൾ ട്രീസിൻ്റെയും അതിലൂടെ വരുന്ന സൺസെറ്റ് നമുക്ക് ഇവിടെ നോക്കുമ്പോഴും ആ സീ കാണാം, ബ്ലാക്ക് സീ. പിന്നെ ഒരു കേവ് പോലെയാണ് ബ്ലാക്ക് സീയുടെ ഒരു കേവ്, വളരെ ബ്യൂട്ടിഫുൾ സിനിക് ആയിട്ടുള്ള ഒരു കേവ് നമുക്ക് കാണാം. പിന്നെ അങ്ങ് ദൂരെ ആ ടർക്കിയുടെ ആ ബോർഡറിലുള്ള സ്നോയി മൗണ്ടൻസ് പീക്ക് നമുക്ക് കാണാം. എൻ്റെ ക്യാമറയിൽ അതൊന്നും വിസിബിൾ ആയിരിക്കില്ല. ബട്ട് സ്റ്റിൽ ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ എന്താ പറയുക experience. Really worth to visit this botanical garden, friends. So ഈ സിപ്പ് ലൈൻ ആക്റ്റീവ് ആണ്, ബട്ട് നമ്മൾ അതിൽ പോകുന്നില്ല. അപ്പർ പാർക്കിലെ നമ്മൾ ഈ ബ്ലാക്ക് സീയുടെ ഈ ഒരു കേപ്പ് എന്താ പറയുക, ഗ്രീൻ കേപ്പിൻ്റെ ആ ഒരു എന്താ പറയുക ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റണ്ണിങ് ആയിട്ടുള്ളൊരു ഭാഗത്താണ് നിങ്ങളുടെ ട്രാവൽസ് നിൽക്കുന്നത്. ഇവിടെ ഒത്തിരി വിസിറ്റേഴ്സ് ഇപ്പോൾ ഉണ്ട്. ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഈ ഒരു വ്യൂ ആണ് ദ മോസ്റ്റ് സ്റ്റണ്ണിങ് വ്യൂ ജോർജിയയിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡൻസിന്റെ ദ മോസ്റ്റ് എക്സൈറ്റിംഗ് സ്വീറ്റസ്റ്റ് പാർട്ടിലാണെന്ന് പറയാം. നിങ്ങൾക്ക് കാണാം ആ സൺസെറ്റ്, പൈൻ ട്രീസിന്റെ ഇതിലൂടെ ആ ഭംഗിയുള്ള സൺസെറ്റ്. ഈ ഒരു താഴ്വാരം മുഴുവനും, ഈ ഒരു ഫുൾ വാലി മുഴുവനും ദ കളക്ഷൻ ഓഫ് സിട്രസ് ആണ്. സോ സ്റ്റാർട്ടിംഗ് ഫ്രം ഹിയർ യു ക്യാൻ സീ ദാറ്റ് കോർണർ, ഓൾ ദിസ് വാലി യു ക്യാൻ സീ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സിട്രസ്. നമ്മുടെ നാരങ്ങ ഗണത്തിൽപ്പെടുന്ന അങ്ങ് ദൂരെ വരെ ഇതിങ്ങനെ ഒരു ഹ്യൂജ് വാലിയാണ്. അങ്ങ് നോക്കൂ, റെഡ് കളറിൽ ഫുൾ ഈ വാലി ഫുൾ സിട്രസിന്റെ ഒരു കളക്ഷൻ ആണ്. സോ അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ട്രാവൽ സ്കൂട്ടിന്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, സപ്പോർട്ട്, ലൈക്ക്, കമന്റ് ആൻഡ് മോട്ടിവേറ്റ്, സപ്പോർട്ട് ട്രാവൽ. സിട്രസ് കളക്ഷന്റെ ഈ ഒരു ഭാഗമാണ് എനിക്ക് എല്ലാ എന്താ പറയുക ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ബട്ട് ഇതൊരു മാജിക്കൽ പ്ലേസ് ആണ്. ആ ഒരു സൺസെറ്റിന്റെ ആ ഒരു ബീംസ് ഇങ്ങനെ വന്നിട്ട് പിന്നെ അങ്ങോട്ട് ദൂരെ ആ പറയാ ദ വൈൽഡസ്റ്റ് ദ ഗ്രീനസ്റ്റ് എന്താ പറയുക ഹെവൻ എന്നൊക്കെ നമുക്ക് പറയും. സോ അപ്പോൾ സിട്രസിൻ്റെ ആ ഒരു വാലി മുഴുവനും ഒരുപാട് നടക്കാറുണ്ട്. ഞാനത് മുഴുവനും ഷൂട്ട് ചെയ്തില്ല, കാരണം സ്റ്റോറേജ് ഒന്നും ഉണ്ടാവില്ല. ഇറ്റ്സ് ഹ്യൂജ് പ്ലേസ്. സോ അപ്പോൾ നമ്മൾ ആ കളക്ഷൻ ഓഫ് സിട്രസിൻ്റെ നിങ്ങൾക്ക് കാണാം ആ ഒരു ഭാഗത്തുനിന്ന് മുന്നോട്ട് നടക്കുവാണ്. അപ്പോൾ ഒരു സ്ലോപ്പ് പോലെയാണ് എനിക്ക് കാണുന്നത്. ഇങ്ങ് മുകളിലോട്ടൊക്കെ നമുക്ക് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ ആകെ 2-3 പേരേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇനി ഇരുട്ടുന്നതിന് മുമ്പ് ഇനിയുള്ള ഭാഗങ്ങളൊന്ന് വെറുതെ ഓടി നടന്ന് കാണാനേ നമുക്ക് സമയമുള്ളൂ. ഇറ്റ്സ് റിയലി ഹ്യൂജ്. ഞാൻ പറഞ്ഞതുപോലെ ആ സിട്രസിൻ്റെ ആ ഒരു കളക്ഷൻ ഓഫ് സിട്രസ് പ്ലാന്റ്സ് ആണ്. പിന്നെ പൈൻസ് ആൻഡ് പാംസ് ഈ ഒരു ഭാഗത്തുണ്ട് കളക്ഷൻ. Friends, if you didn't subscribe Travel Scoot, you have to subscribe, like
സിട്രസിന്റെ കളക്ഷൻ ഓഫ് സിട്രസ് ആണ്. നമ്മൾ അവിടെ നിന്ന് തുടങ്ങിയതാണ് നടക്കാൻ. ഹ്യൂജ്. പിന്നെ ഇവിടെ ഒത്തിരി പാംസിന്റെ കളക്ഷൻസ് ഉണ്ട്, പൈൻസിന്റെ ഉണ്ട്, മാപ്പിൾസിന്റെ നമ്മൾ കണ്ടു. സോ ദ ബൊട്ടാണിക്കൽ ഗാർഡൻസ് ഓഫ് ജോർജിയ ഇറ്റ്സ് റിയലി ഹ്യൂജ്. കാരണം ഇവിടെ നമുക്ക് ഓവർനൈറ്റ് ക്യാമ്പിംഗ് ഉണ്ട്. സപ്പോ കുറെ ഒരു ലാർജ് അങ്ങ് ദൂരെ നിങ്ങൾക്ക് കാണാം ആ ബ്ലൂ സ്കൈയുടെ ഇടയിലൊക്കെ ഓറഞ്ചസ് നിൽക്കുന്നത്. ഇറ്റ്സ് ഹ്യൂജ് പ്ലേസ്. അപ്പൊ നമുക്ക് സമയപരിധി മൂലം പിന്നെ നമ്മുടെ ഗൈഡിന് വൈൻഡപ്പ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഞാനത് പെട്ടെന്ന് തീർക്കുവാണ്. ഇപ്പൊ ഇതിലൂടെ ഒരു വാട്ടർ ചാനൽ പോകുന്നുണ്ട്. അത് ഇറിഗേഷന്റെ ആണോ അല്ലെങ്കിൽ നാച്ചുറലി ഉള്ളതാണോ എന്ന് നമുക്ക് അറിയില്ല. നമ്മൾ കയറി വരുമ്പോൾ കണ്ട ഒരു സെയിം സ്പീഷീസ് ആണ് ട്രാച്ചി കാർപ്പസ് ഫോർച്യൂണെ. ജപ്പാന്റെ ഒരു ഫാം ട്രീ നമുക്ക് ഇവിടെയും കാണാം. അപ്പോൾ ഈവനിങ് സൺസെറ്റ് ആയി. ഈ ഒരു മാജിക്കൽ ആയിട്ടുള്ള ആ ഒരു സിട്രസ് കളക്ഷന്റെ ആ ഒരു ഭാഗം എത്തിയപ്പോഴും സൺസെറ്റ് ആയിക്കണു. അപ്പൊ ഞാൻ അധികം ഇനി ഇവിടെ നിന്ന് ഞാനിങ്ങനെ ഓരോ സ്ഥലം കയറി പോയി കഴിഞ്ഞാൽ ഇരുട്ടു. പിന്നെ ഇങ്ങനത്തെ ഒരു വൈൽഡ് ആയിട്ടുള്ള ഒരു ഗാർഡൻ ആയത് കാരണം നമ്മൾ ഇവിടുന്ന് പോകണം എത്രയും പെട്ടെന്ന്. കാരണം ഒത്തിരി കാര്യങ്ങൾ ഇനി നടക്കാനുണ്ട്. സോ അപ്പോൾ ഈ ഒരു ഭാഗം ഇറ്റ്സ് റിയലി മാജിക്കൽ. ആ ഒരു സൺസെറ്റിന്റെ റേസ് വന്നിട്ട് ഒത്തിരി ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഓറഞ്ചസ് ഉള്ള അങ്ങ് ദൂരെ സ്റ്റാർട്ട് ചെയ്തതാണെന്ന് ഓർക്കണം. ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ദ ബ്രൈറ്റസ്റ്റ് ഓറഞ്ച് റെഡിഷ് കളർ നമ്മൾ ആ ഒരു ഭാഗത്ത് നിന്ന് കണ്ടതാണ്. അതിൻ്റെ ഒരു വ്യൂ ഇവിടെ നിന്നുണ്ട്. അപ്പോൾ അത് ആ ബ്ലൂ സ്കൈയിൽ നിന്ന് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഈ ലൊക്കേഷനിൽ ഏറ്റവും റെഡിഷ് കളറായിട്ടുള്ള ഒരു സിട്രസ്, ഒരു ടൈപ്പ് ഓഫ് ഓറഞ്ച്, ഒരു നാരങ്ങയാണ് നമ്മൾ ആ കാണുന്നത്. അങ്ങോട്ടൊന്നും പോയി വായിക്കാൻ നമുക്ക് പറ്റത്തില്ല. സോ അതുകൊണ്ട് നമുക്ക് ഇത്രയും ഇങ്ങനെ കയറി പോകാൻ പറ്റത്തില്ല. കാരണം ഇറ്റ്സ് വൈൽഡ് ബുഷസും പ്ലാന്റ്സും ഒരു നാച്ചുറൽ ഫ്ലോറ ആൻഡ് ഫോണ എന്നൊക്കെ പറയില്ലേ, അതാണിവിടെ. അതങ്ങനെ തന്നെ അവർ സസ്റ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ഈ ഒരു മാജിക്കൽ വ്യൂയിലോട് കൂടിയാണ് ഈ സ്ട്രീറ്റിലൂടെ ഇത് ഇൻസൈഡ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ട്രാവൽസിനോടൊപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോടൊപ്പം ഉണ്ടത് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയെങ്കിലും പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ട്രാവൽസ്. ഈ ഓറഞ്ചസ് നമുക്ക് പറിച്ചെടുക്കാവുന്ന ഒരു ഇതിൽ തന്നെ പോകണം ഒരുപാട്. Wow, this place is the most lovely friends actually. ഈ pine leaves ന്റെ ആ ഒരു shade it's really magical. ഓരോ ഭാഗവും ഒന്നിനൊന്ന് മെച്ചമാണ് ഫ്രണ്ട്സ്. ഓട്ടം ലീവ്സിന്റെ ഒരു ചെറിയ ടൈനി ലീവ്സ് ഉള്ള ബട്ട് സ്കൈയുടെ ആ ഒരു ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റുന്ന സ്ട്രീറ്റിലാണ് ഈ ഒരു സ്ഥലത്ത് കളക്ഷനോ നമ്മുടെ നാട്ടിലെ വാഴ എന്ന് പറയുന്നത് പലതരം വാഴകൾ ഇവിടെയുണ്ട്. അപ്പോൾ ആ ഒരു ജേർണി മോസ്റ്റ് സിനിക് ആയിരിക്കും. കാരണം ആ ബ്ലാക്ക് സീയുടെ ആ ഒരു വ്യൂ അതിലുണ്ട്. പിന്നെ അങ്ങ് ദൂരെ ഇപ്പോൾ സൺസെറ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതിന് മുകളിലോട്ട് കുറേ സെക്ഷൻസ് ഉണ്ട്. സമയപരിധി മൂലം പിന്നെ നമ്മൾ ഒരു സോളോ ട്രാവൽ ആയതുകൊണ്ടും ഞാൻ ഒരു മെയിൻ എക്സിറ്റ് പോലെയുള്ള ഒരു ഭാഗത്തോട്ട് നടക്കുവാണ്. അപ്പോൾ നേരെ ഉരുട്ടി സൺസെറ്റായി. സോ ഇപ്പം ഇങ്ങനെ ഒരു ഭാഗത്താണ് നമ്മൾ എക്സിറ്റ് കാണുന്ന കുറേ റെസ്റ്റോറൻറ്റ് പോലെയുള്ള സൗകര്യമുള്ള ഒരു ഭാഗത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സോ അപ്പോൾ അങ്ങ് ദൂരെ ഒരുപാട് നടക്കാനുണ്ട്. ഈ ഫൈറ്റോ ജോഗ്രഫിക്കൽ പ്ലാന്റേഷൻസിൻ്റെ സെക്ഷൻസ് ഒരുപാടുണ്ട്. ലെയേഴ്സാണ്. സോ ഇപ്പോൾ നമുക്ക് ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഒത്തിരി ഉണ്ട്. അറേഞ്ച്മെൻറ്റ്സ് ഡൈനിങ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. സോ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഓപ്പൺ റെസ്റ്റോറൻറ്റ് 24/7 ഉള്ള സീ സൈഡ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഹലാൽ ഫുഡ് കിട്ടുന്ന ഒരു ഓപ്പൺ റെസ്റ്റോറൻറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം.
ഞാൻ അത് ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വെച്ചു. ഇതാണ് ആ ഒരു ഓപ്പൺ ഡൈനിങ് സർവീസസ്. അതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര കാമായിട്ട് ഒരാളെപ്പോലും കാണുന്നില്ല ഫ്രണ്ട്സ്. സത്യത്തിൽ ട്രാവൽ സ്പീഡിന് ഇത്തിരി പേടിയുണ്ട്. ബൈ ദ വേ നമ്മളിവിടെ നിന്ന് പോവാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഹ്യൂജ് എന്താ പറയുക, ഒരു വൈൽഡ് ആയിട്ടുള്ള ഒത്തിരി വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്, സിട്രിസ്, കമേലിയാസ്, റോസസ്, പൈൻസ്, മേപ്പിൾസ്, അങ്ങനെ ഒത്തിരി ഫൈറ്റോ ജോഗ്രഫിക്കൽ പ്ലാന്റ്സ്, പ്ലാന്റേഷൻസ് ഒക്കെ ഉള്ള ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻസിൽ നമ്മൾ ആ ഒരു എക്സിറ്റിൽ എത്തി. കാരണം സൺസെറ്റ് ആയി. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഒരു ആക്ച്വലി ഇറ്റ്സ് കൈൻഡ് ഓഫ് ഹ്യൂജ് ഫോറസ്റ്റ് തന്നെ പറയാം. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നുള്ള ഈ ഒരു വ്ളോഗിൽ നമ്മൾ ഈ ഹ്യൂജ് ബൊട്ടാണിക്കൽ ഗാർഡന്റെ പലതരം, അതായത് ഫൈറ്റോ ജോഗ്രാൻസ്, അതായത് കളക്ഷൻ ഓഫ് മേപ്പിൾസ് കണ്ടു, കളക്ഷൻ ഓഫ് പാംസ്, റോസസ്, കമേലിയാസ്, സിട്രിസ്, ദ ഹ്യൂജ് ഗാർഡൻ ഓഫ് സിട്രിസ്. പിന്നെ നമ്മൾ ഒത്തിരി വാഴകളുടെ പ്ലാന്റൻസിന്റെ ഒരു കളക്ഷൻ കണ്ടു. പിന്നെ അതിന് മുകളിലോട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. ബട്ട് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടും ഇറ്റ്സ് കൈൻഡ് ഓഫ് ഹ്യൂജ് റിസർവ് ഫോറസ്റ്റ്, വൈൽഡ് ഫോറസ്റ്റ് ആയതുകൊണ്ടും നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ ഇസ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. സോ അപ്പോൾ ഇറ്റ്സ് വർത്ത് ടു വിസിറ്റ്. അപ്പോൾ സമയപരിമിതി കൊണ്ട് ട്രാവൽ സ്പീഡ് ഇന്ന് ഈ ബാത്തുമി ബൊട്ടാണിക്കൽ ഗാർഡന്റെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ട്രാവൽ സ്പീഡിന്റെ ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്, സപ്പോർട്ട്, ലൈക്ക്, കമന്റ് ആൻഡ് മോട്ടിവേറ്റ് ആൻഡ് ഇൻസ്പയർ യുവർ ട്രാവൽ സ്പീഡ്. So I will be back with another interesting vlog from Georgia. Till then, take care. Thank you so much for watching. Thank you. Friends, look at this. So, അപ്പോൾ ബാത്തുമി ബൊട്ടാണിക്കൽ ഗാർഡന്റെ ട്രാവൽ സ്റ്റുഡിന്റെ വ്ളോഗ് നിങ്ങളെല്ലാവരും കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇന്നും നിങ്ങളുടെ ട്രാവൽ സ്റ്റുഡ് വിടവാങ്ങുവാണ്. സോ അപ്പോൾ പ്ലീസ് സ്റ്റേ ട്യൂൺ ടു ട്രാവൽ സ്റ്റുഡ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹലോ. ഗൈഡിന് പോണെന്ന് പറയുന്നതുകൊണ്ടും കുറെ ബഹളം വെക്കുന്നതുകൊണ്ടും ആണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. പിന്നെ ലേറ്റ് ആയി വരുന്നു, ഒറ്റക്കായതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കുന്ന മഴയും കൂടിയാണല്ലോ. So thank you so much for all the support, all of my subscribers.